Okay, dear students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെസൺ 5 സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ? ബേർഡ്സ്, ബീക്ക് ആൻഡ് ക്ലൗസ്. ഓക്കെ, നമുക്കൊന്ന് ആദ്യം മുതൽ നോക്കാം. Birds, like other living things, need food. Some birds eat flesh, while some eat grains, seeds and fruits. Birds use their beaks and claws to catch, hold and eat their food. അല്ലേ, അവരുടെ ചുണ്ടും അവരുടെ നഖവും അവർ ഉപയോഗിക്കുന്നുണ്ട്. The shape of a bird's beak and claws are suited to the type of food they eat. അവരുടെ ചുണ്ടും അവരുടെ ആ കാലിന്റെ ആ ക്ലൗസും ഒക്കെ എന്താണ്, എന്തിനോട് മാച്ച് ചെയ്യുന്നത്? അവർ കഴിക്കുന്ന ഏത് തരത്തിലുള്ള ഭക്ഷണമാണോ അതിനോട് അത് സ്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ബീക്സും ക്ലൗസും ആണ് അവർക്ക് ഉള്ളത്. Okay, beak. A bird that eats nuts has a beak different from that of a bird that eats flesh. എന്ന് പറഞ്ഞാ, a bird that eats nuts has a beak different from that of a bird that eats flesh. നട്ട്സ് കഴിക്കുന്ന ബേർഡിന്റെ ബീക്കും ഫ്ലഷ് കഴിക്കുന്നതിന്റെ ചുണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. Thus, a parakeet's beak is different from a hawk's beak. അതുകൊണ്ട് ഒരു പാരക്കീറ്റിന്റെ ബീക്കും ഹൗക്കിന്റെ ബീക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. Let's learn about different kinds of beaks. അപ്പോൾ ഈ ലെസണിൽ നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബീക്സിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഷോർട്ട്, ഹാർഡ്, ഹോണി ബീക്ക്. Sparrows, pigeons, finches and peacocks have short, hard, horny and cone-shaped beaks. അല്ലേ, അവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. It helps them to pick up and crush seeds. അപ്പോ ഈ പറയുന്ന സ്പാരോസിന്റെയും പീജിയന്റെയും പീകോക്കിന്റെയും ഒക്കെ ബീക്ക് എങ്ങനെയുള്ളതാണ്? ഹാർഡാണ്, ഹോണിയാണ് ആൻഡ് ദെൻ കോൺ ഷേപ്ഡ് ആണ്. ഓക്കെ, ഹാർഡ്, ഹോണി ആൻഡ് കോൺ ഷേപ്ഡ് ബീക്സ് ആണ് ഇവർക്ക് ഉള്ളത്. ഇറ്റ് ഹെൽപ്സ് ദം ടു പിക്ക് അപ്പ് ആൻഡ് ക്രഷ് സീഡ്സ്. ഇതാണ് അവരെ സീഡ്സ് പിക്കപ്പ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജില് carved beak. A parakeet has a strong and carved beak. നോക്കിക്കേ, അതിന്റെ ബീക്ക് കണ്ടോ? ഫസ്റ്റ് പിക്ചർ കണ്ടോ? A parakeet has a carved beak. അതിന്റെ ബീക്ക് കണ്ടോ? ചുണ്ട് എങ്ങനെയുള്ളതെന്ന് കണ്ടോ? It helps them to break hard nuts and scoop out the fruit. This carved beak also helps them to climb trees. എന്ന് പറഞ്ഞാൽ എന്താണ്? A parakeet has a strong and carved beak. ആ പാരക്കീറ്റിന്റെ ബീക്ക് കണ്ടോ? കാണുമ്പോൾ തന്നെ നല്ല കട്ടിയുണ്ട്, അതിന് കുറച്ച് വളഞ്ഞിട്ടാണ് അല്ലെ, അറ്റത്ത് നല്ല ഷാർപ്പാണ്. It helps them to break hard nuts. അല്ലെ, നട്ട്സ് ഒക്കെ പൊട്ടിക്കുന്നതിന് ഇവരുടെ ഈ ബീക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നു. And scoop out the fruit. അല്ലെ, പഴങ്ങളൊക്കെ ഇരിഞ്ഞെടുക്കുന്നതിനും അവരുടെ ഈ ചുണ്ട് സഹായിക്കുന്നു. This carved beak also helps them to climb trees. ഈ വളഞ്ഞിരിക്കുന്ന ഈ ചുണ്ട് അവരെ ക്ലൈംബ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പാരക്കീറ്റ്സിന്റെ carved beak helps them to break the hard nuts. അല്ലെ, നമുക്ക് പെട്ടെന്ന് അങ്ങനെ പൊട്ടിക്കാൻ പറ്റുന്ന നല്ല ബലമുള്ള ഹാർഡ് ആയിട്ടുള്ള നട്ട്സ് ഒക്കെ പൊട്ടിക്കുന്നതിന് ഇവരുടെ ഈ ചുണ്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. This carved beak also helps them to climb trees. Yes, മരത്തെ മുകളിൽ ക്ലൈംബ് ചെയ്യുന്നതിനും അവരെ ഇത് സഹായിക്കുന്നു. അടുത്ത chisel shaped beak. A woodpecker has a strong and chisel shaped beak. രണ്ടാമത്തെ പിക്ചറിലെ ബീക്ക് നോക്കിയേ, രണ്ടാമത്തെ പിക്ചറിലുള്ള പക്ഷിയുടെ ചുണ്ട് നിങ്ങൾ നോക്കിയേ എങ്ങനെയുള്ളതാണ്? A woodpecker has a chisel shaped beak. നോക്കിയേ, എന്റെ ബീക്ക് ഉണ്ട്, എന്ത് നീളം വന്നു നോക്കിയേ, നല്ല നീളമുണ്ട് അല്ലെ, ഷാർപ്പുമാണ്. It helps them to tap the bark of trees and take out insects. മരം കൊത്തി അല്ലേ, മരത്തിന്റെ
ആ മരത്തിന് കൊത്തി വലിയ തുളയുണ്ടാക്കി അതിനകത്തുള്ള ഇൻസെക്ട്സിനെയൊക്കെ പിടിക്കുന്നതിന് അവരുടെ ഈ ബീക്ക് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ അതിന്റെ ബീക്ക് നല്ല നീളം ഉള്ളതാണ്. ഈ നീളമുള്ള ബീക്കാണ് അതിനെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് them to tap the bark of trees and take out insects. അല്ലേ, മരത്തിന്റെ പൊത്തിൽ നിന്ന് അല്ലെ, മരത്തിന്റെ പൊത്തുണ്ടാക്കിയും അതിനകത്ത് നിന്ന് ഇൻസെക്ട്സിനെ പിടിക്കുന്നതിനും അവരുടെ ഈ ചുണ്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ലോങ് സ്ലെൻഡർ ബീക്ക്. Long slender beak. A hummingbird has a long and slender beak. Hummingbird നോക്കിക്കേ, വണ്ണം കുറവാണല്ലേ. തേർഡ് പിക്ചർ കണ്ടോ, വണ്ണം കുറവാണ് എന്നാ നല്ല നീളമുണ്ട്. Long and slender beak. It helps the bird to suck nectar from flowers. Yes, flowers നിന്ന് nectar അല്ലെ, അതിന്റെ ആ ഒരു എന്താണ് തേൻ ഒക്കെ കഴിക്കുന്നതിന് അതിനെ സഹായിക്കും, സക്ക് ചെയ്യുന്നതിന് അതിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ലോങ് സ്ലണ്ടർ ബീക്ക്. ആ പിക്ചേഴ്സ് അവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം സംഭവം മനസ്സിലാവും അല്ലേ റിലു? പിക്ചർ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ പെട്ടെന്ന്? ഓക്കെ, ഷോർട്ട് ബ്രോഡ് ബീക്ക്. എ swallow has a short and broad beak. നോക്കിയേ താഴത്തെ ഫസ്റ്റ് പിക്ചർ കണ്ടോ, ഷോർട്ട് ആണ് അല്ലേ, ബ്രോഡ് ആണ്, നല്ല വീതി തോന്നിക്കുന്നുണ്ട്, അറ്റത്ത് മാത്രമേ ഷാർപ്പ് ഉള്ളൂ. It flies in the air with its beak open. Yeah, അത് എയറിൽ ഫ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാ ഫ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത്? അതിന്റെ ബീക്ക് ഓപ്പൺ ആക്കി വെച്ചാണ് അത് ഫ്ലൈ ചെയ്യുന്നത്. Thus, tiny flying insects get caught in its mouth. Yes, അവര് എയറിൽ ഫ്ലൈ ചെയ്യുമ്പോൾ അവരുടെ മൗത്ത് അവർ ഓപ്പൺ ചെയ്ത് വെക്കുന്നു. ഓപ്പൺ ചെയ്ത് വെച്ചാണ് അവർ ഫ്ലൈ ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നത്? ചെറിയ ഇൻസെക്ട്സ്, പറക്കുന്ന ചെറിയ ഇൻസെക്ട്സ് ഒക്കെ അവരുടെ വായ്ക്കകത്തേക്ക് ഓട്ടോമാറ്റിക്കലി വന്ന് കയറുന്നു. ഓക്കെ, broad flat beak. A duck has a broad, flat and spoon-like beak with tiny holes at the side. നോക്കിയേ, ഡക്കിന്റെ ബീക്ക് കണ്ടോ എങ്ങനെയുള്ളതാണ്? ബ്രോഡ് ആണ്, പരന്നതാണല്ലേ, ബ്രോഡ് വീതിയുണ്ട്, ഫ്ലാറ്റ് ആൻഡ് സ്പൂൺ ലൈക്ക് ആണ്, സ്പൂൺ പോലെയാണുള്ളത്. വിത്ത് ടൈനി ഹോൾസ് അറ്റ് ദ സൈഡ്, അതിന്റെ സൈഡിൽ ടൈനി ഹോൾസ് ഉണ്ട്. എന്താ ജോലിയൊക്കെ? എനിക്ക് കേൾക്കുന്നില്ല, ആ മൈക്ക് ഒന്ന് ചുണ്ടിന് നേരെ പിടിക്കുവോ? ഇപ്പോഴോ? ഇപ്പൊ കേക്കാവോ? ശരിയായി, അതെയാ? കേൾക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് a duck has a broad, flat and spoon-like beak with tiny holes at the side. അപ്പൊ നമ്മുടെ ഡക്കിന്റെ ഇനിയിപ്പോ റിലുവിന് എന്താ റിലു? നല്ല മഴയാ ഇവിടെ, പറ. മിസ്സേ, ചൈനീസ് ഹോൾ എന്ന് പറഞ്ഞത്? ടൈനി ഹോൾ ചെറിയ തുളകള്. മിസ് ടൈനി TINY. കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ നല്ല മഴയാ, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ ആരോണ്? ഇവിടെ മഴയില്ല. ഇല്ല അല്ലേ? ആ, ഓക്കെ. നിങ്ങൾക്ക് ആർക്കും മഴയില്ല? എനിക്ക് മാത്രമേ മഴയുള്ളൂ അല്ലേ? എനിക്കും നമുക്കും ഇല്ല മിസ്സേ, വൈക്കര അവിടെയൊക്കെ ഉണ്ട് മഴ. അതെ അല്ലേ? എന്താ ടോഷിന് എന്തോ പറയുന്നുണ്ടല്ലോ? ക്ലിയർ അല്ല. ആ, ക്ലിയർ അല്ലാത്ത ചിലപ്പോ ഇവിടുത്തെ മഴ കൊണ്ടായിരിക്കൂടാ. ഒട്ടും കേക്കത്തില്ലേ? കേൾക്കുന്നുണ്ടോ? ബാക്കിയുള്ളവർക്ക് കുഴപ്പമില്ല മോനെ, അപ്പൊ എന്തെങ്കിലും നെറ്റ് പ്രോബ്ലം ആയിരിക്കും. എന്താ സന എന്തോ പറയുന്നുണ്ട്. സനയ്ക്ക് മഴയാന്ന് പറയാണോ? എന്തോ രച്ച
എന്തോ കേൾക്കുന്നില്ല. ജോയലിന് കേൾക്കുന്നുണ്ടോ? ജോയല്? നോ. ആർക്കും കേൾക്കുന്നില്ല? ആരേലും കേൾക്കുന്നവരുണ്ടോ? ഇങ്ങനെ തമ്പു തരാമോ കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ? സിദ്ധാർത്ഥ് കൃഷ്ണയ്ക്ക് കേൾക്കുന്നുണ്ട്. ഏഞ്ചൽ റോസ് ബെഞ്ചമിന് കേൾക്കുന്നുണ്ട്. ജൂലിയറ്റിനുണ്ട്. ജെവിൻ ജേക്കബിന്, ഷഹ്മയ്ക്ക് കേൾക്കാം. ആരോണിന് കേൾക്കാം. ആദിത്യന് കേൾക്കാം. അപ്പൊ മഴയുള്ള ഫവാസിന് കേട്ടൂടെ? ഫവാസിന് കേൾക്കുന്നുണ്ടോ? ഇല്ലേ? കേൾക്കുന്നില്ലേ ഫവാസിന്? എഡ്വിന് കേൾക്കാമോ? മിസ്സേ, നല്ല ക്ലിയറില് വൃത്തി കേൾക്കുന്നുണ്ട്. ക്ലിയറിന്റെ വ്യക്തി കേൾക്കുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഡക്കിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഡക്ക്. A duck has a broad, flat and spoon-like beak with tiny holes at the side. A duck generally eats insects, worms and water plants. അല്ലെ? ഡക്ക് മെയിൻ ആയിട്ടും കഴിക്കുന്നത് എന്തൊക്കെയാണ്? ഇൻസെക്ട്സിനെയാണ്. insects, worms and water plants. അപ്പോ the mud and water flow out through the tiny holes. അപ്പൊ നമ്മൾ പറഞ്ഞെന്താ? ഡക്കിന്റെ ഹോളിന്റെ രണ്ട് സൈഡിലും ടൈനി ഹോൾസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അതെന്തിനാ അവരെ ഹെൽപ്പ് ചെയ്യുന്ന നോക്കി. The ducks eat generally എന്തൊക്കെയാണ്? worms and water plants, insects അല്ലെ? അപ്പൊ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ കഴിക്കുമ്പോ എന്താണ്? വെള്ളത്തില് അഴുക്കുകൾ ഉണ്ടാകും, മഡ് ഉണ്ടാവും അല്ലെ? അപ്പോ അതൊന്നും ഉള്ളിൽ പോവാതെ ആ ഹോൾസിലൂടെ ആ അഴുക്ക് പുറത്തേക്ക് പോകുന്നു. എന്താ ഫവാസ്? പറയൂ ഫവാസ്, പറയൂ. എന്താ ഫവാസ് പറഞ്ഞു? എന്താ സംഭവിക്കുന്നേ? റിലു കേട്ടൂടെ? കേൾക്കുന്നില്ല റിലു? ഓക്കെ. അപ്പൊ duck generally eats insects, worms and water plants. എന്നിട്ടോ the mud and water flow out through the tiny holes. അപ്പൊ അതിന്റെ ബീക്കിന്റെ രണ്ട് സൈഡിലും ടൈനി ഹോൾസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ചെറിയ തുളകൾ ഉണ്ടെന്ന് പറഞ്ഞു, സുഷിരങ്ങള്. അപ്പൊ ആ സുഷിരങ്ങളിലൂടെ ഈ മഡി വാട്ടർ പുറത്തേക്ക് പോവുകയും അതിലുള്ള വാട്ടർ പ്ലാന്റ്സിനെ കഴിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. leaving the plants and insects inside the beak. വെള്ളത്തിലുള്ള പ്ലാന്റ്സിനെയും ഇൻസെക്ട്സിനെയും അതിന് കഴിക്കാൻ സാധിക്കുകയും ആ മഡി വാട്ടർ അതിന്റെ ടൈനി ഹോൾസിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഓക്കെ. ഏഞ്ചൽ ക്ലിയർ അല്ലേ മോളെ? ഏഞ്ചൽ റോസ്. ഓക്കെ ഓക്കെ. Then strong sharp hooked beak. Eagles, vultures and hawks eat the flesh of other animals like rats and snakes. Thus,
They have strong, sharp and hooked beaks to tear flesh. കണ്ടോ ഈഗിളിന്റെ ബീക്ക് നോക്കിയാ പിക്ചറിൽ നോക്കിക്കേ നിങ്ങള്. ഹൗക്കിന്റെയും ഈഗിളിന്റെയും ഒക്കെ കണ്ടോ? അത് കാണുമ്പോ തന്നെ നമുക്ക് പേടിയാവും അല്ലെ? അതിന്റെ ചുണ്ട് കണ്ടോ, നല്ല ഹാർഡാണ്. അത് ഫ്ലഷ് കൊത്തി വലിച്ചെടുത്ത് കഴിക്കുന്നതിന് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ബീഡ്സ് ആണ് ഹൗക്കിനും ഈഗിളിനും ഒക്കെ ഉള്ളത്. ഓക്കെ, okay, up to there only I am taking today. Yes, again who will read the lesson up to there? ഞാൻ എടുത്തിടം വരെ ഇന്ന് ആരാ ലെസൺ വായിക്കുന്നേ? നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണേ മിസ് സ്റ്റോപ്പ് ചെയ്തത് എവിടെയാന്ന്. അലൻ മാത്യു, പ്ലീസ് അൺമ്യൂട്ട്. മിസ്സേ അതിനല്ല, ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോവാ. അതെയാ, ഓക്കെ. ഇനി നമുക്ക് വായിക്കാം കേട്ടോ, ടെക്സ്റ്റ് വായിക്കാമേ. ഓക്കെ, ഓക്കെ. റിലു, കവേർഡ് ബീക്ക്. ആദ്യം മുതൽ വായിക്കേ. ബിഗിനിങ്. കവേർഡ് ബീക്ക് അല്ല, അത് കാവ്ഡ് ബീക്കാണ്. വായിച്ചോ, അറ്റൻഡൻസ് എടുക്കട്ടെ. Bird like other living things need food. Some birds eat flesh, while some eat grains, seeds and fruit. Birds use their beaks and claws to catch, hold and eat their food. The shape of a bird's beak and claws are suited to the type of food it eats. Beaks. A bird that eats nuts has a beak different from that of a bird that eats flesh. Thus, a parakeet's beak is different from a have's beak. Let us learn about different kinds of beaks. Short-hand honey beaks. Sparrows, biggins, finches, and peacock have short-haired, horny, and cane-shaped beaks. Cone-shaped. It has cone-shaped beak. It helps them to pick up a crushed seed. Covered beak. Carved beak. A parakeet has a stone Carved beak. Covered beak. A parakeet has a Strong and covered beak. carved beak. Carved beak. It helps them to break hard nuts and to scoop out the fruit. This carved beak also helps them to climb trees. Okay, enough. Stop.
Alan Matthew, please unmute. Unmute ആക്കിയിട്ടുണ്ട് വായിച്ചോളൂ. Unmute. Okay. Chisel shaped beak. A woodpecker has a strong and chisel shaped beak. It helps them to sharp the bark of trees and take out insects. Long, slender beak. A hummingbird has a long and slender beak. It helps the bird to suck nectar from flowers. Short, broad beak. A swallow has a short and broad beak. It flies in the air with its beak open. Thus tiny flying insects get caught in its mouth. Okay. Broad flat beak. A duck has a broad flat beak and spoon-like beak. And spoon-like with tiny holes at the side. A duck generally eats insects, worms, and water plants. The mud and water flow out throughout the tiny holes, leaving the plants and insects inside the beak. Okay. Strong, hard, and hooked beak. Eagles, vultures, and quacks eat the flesh of other animals like rats and snakes. Thus, they have strong, sharp, and hooked beak to tear the flesh. Okay, good. Okay. Who will read the next? Selena, please unmute. From the beginning. Birds, like other living things, need food. Some birds eat flesh, while some eat grain, seeds, and fruits. Birds use their beaks and claws to catch, hold, and eat their food. The shape of a bird's beak and claws are suited to the type of food it eats. Beak. A bird that eats nuts has a beak different from that of a bird that tears flesh. Thus, a parrot's beak is different from a half beak. Let us learn about different kinds of beaks. Short, hard, honey beak. Sparrows, penguins, finches, and peacocks. Peacocks have short, hard, horny, and cone-shaped beaks. It helps them to up and curl seeds. Carved beak. A parrot has a strong and carved beak. It helps them to pick hard nuts and to scoop out the fruit. Thus, carved
beak also help them to climb trees. And take out insects. Children, Okay. വായിക്കുന്നില്ലേ? Okay. Okay then. Who will read the rest? അടുത്തത് ആരാ വായിച്ച് കംപ്ലീറ്റ് ആക്കുന്നേ? Angel Rose, can you read? No. Unmute. വായിക്കേ. Long slender beak. Long slender beak. അതല്ലേ ഇനി? A hummingbird has a long and slender beak. It helps the beak to suck Nectar from flowers. From flowers. Short, broad beak. A swallow has a short and broad beak. It lives in the air with its beak. Often these tiny flying insects get Caught in its mouth. both flat beaks. A duck has a both flat and spoon-like beak with giant molars at the side. It does generally eats insects, bones, and water plants. The moon and water flow out through the tiny holes, leaving The plants and insects. the plants and insects inside the beak. Short, Okay. sharp hook. വായിച്ചോ. Continue. Eagles, Vultures. vultures and have Eat the the flesh of other animals like rat and snakes. These they have short, sharp and hooked beaks to the flesh. Okay, good. Yeah. So then we will wind up today's class. Our time is almost finishing. Okay. Okay. Shahma, do you have something to tell me? Illa. Okay. Bye. See you the next class.